അന്ത്യം ഉറങ്ങാനെങ്കിൽ ഞങ്ങൾക്കൊരു വീട് കിട്ടണം, അല്ലാതെ ഞങ്ങൾക്കൊന്നും ഒരു ചിന്തയില്ല, വേറെ ഒന്നും വേണ്ട ഞങ്ങൾക്ക്. കാറ്റോ മഴയോ ഒക്കെ വരുമ്പോൾ ഞങ്ങൾ മിറ്റത്തോട്ട് വയ്യത്തോട്ടും കസേരയിലൊക്കെ ചെന്നിരുന്ന ഈ കുഞ്ഞു പോലും നേരം വിളപ്പിക്കുന്നു. കൊല്ലം കൊട്ടാരക്കര മൈലം പഞ്ചായത്തിലെ 8ാം വാർഡിലാണ് ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. 2 കൊച്ചുകുട്ടികളടങ്ങിയ കുടുംബത്തിന്റെ സന്തോഷമാണ് നിലച്ചിരിക്കുന്നത്. 2 മാസക്കാലമായിട്ട് പോലും ഇവരുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അധികാരികൾക്കോ വേണ്ടപ്പെട്ട ആളുകൾക്കോ സാധിച്ചിട്ടില്ല. പലതവണ പഞ്ചായത്തിൽ കയറിയിറങ്ങിയിട്ടും പരിഹാസമല്ലാതെ മറ്റൊരു പ്രതിവിധി ഉണ്ടായിട്ടില്ല ഇവർക്ക്. ഞങ്ങൾ കരഞ്ഞ് സങ്കടപ്പെട്ട് ഈ വീട്ടിൽ ഒരു അടച്ചുറപ്പുള്ള വീട് പോലും അല്ല ഇത്. പാമ്പും ചേരയും പട്ടികളും പൂച്ചയും എല്ലാം കയറുന്ന ഒരു വീടാണ്. കുഞ്ഞിനെ പോലും സ്കൂളിൽ വിടാൻ പറ്റാത്ത അവസ്ഥയെ പട്ടിണിയായിട്ടുണ്ട്. ആഹാരം പോലും വെച്ച് കഴിക്കാൻ വയ്യാതെ. കാറ്റോ മഴയോ ഒക്കെ വരുമ്പോൾ ഞങ്ങൾ മിറ്റത്തോട്ട് വയ്യത്തോട്ടും അല്ലാതെ എല്ലാം മുറി കിടക്കുന്ന കസേരയിലൊക്കെ ചെന്നിരുന്ന ഈ കുഞ്ഞു പോലും നേരം വിളപ്പിക്കുന്നു. പേടിച്ച് വരുന്ന എല്ലാവരും അതിനകത്തായിരിക്കുന്നു. ഉറക്കമില്ല ഞങ്ങൾക്ക് ഒരു തരത്തിൽ. വീഴുമ്പോൾ എല്ലാം ഞങ്ങൾക്ക് ഭയം. അന്ത്യം ഉറങ്ങാനെങ്കിൽ ഞങ്ങൾക്കൊരു വീട് കിട്ടണം, അല്ലാതെ ഞങ്ങൾക്കൊന്നും ഒരു ചിന്തയില്ല, വേറെ ഒന്നും വേണ്ട ഞങ്ങൾക്ക്. ഈ 5 പേരും കൂടെ ഇങ്ങോട്ട് പോകും. വീട് കഴിഞ്ഞാൽ 5 പേരും കൂടെ മരിക്കും. അവർക്ക് വീട് തരാൻ പറ്റത്തില്ല, അവർക്ക് വാടകയ്ക്ക് എടുക്കണം. ഞങ്ങൾ ഈ വീട് വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? വാടകയ്ക്ക് എടുക്കാനൊന്നും ഞങ്ങൾക്ക് തീരുമാനമില്ല. ഈ വീട് തന്നെ ഭീഷണിയാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ 2 മക്കള്, അച്ഛൻ, ഇവിടുത്തെ അച്ഛൻ, പിന്നെ ചേട്ടന്റെ അമ്മ, എല്ലാം 2 റൂമിലായിട്ടാണ് ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഇത് സംഭവം. 5-6 പേരും കൂടെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഇത് ചോദിച്ചു, ഇതിന്റെ പേരവളുണ്ടോ? അന്ന് ആ പേര് അവർ പറയത്തില്ല. എന്തായാലും ആ പേരില്ല, നിങ്ങളുടെ പേരെന്ന് പറഞ്ഞതേ അവിടെ തന്നിട്ടുമില്ല. അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് അവര് ഒരിതായിട്ട് അവർ നിൽക്കുക. അന്നേരം പിന്നെ അവര് നിന്നവര് വിളിച്ചു ചോദിച്ചാൽ അവന്റെ പേരില്ലയോ? എന്റെ പേരെല്ലാം മാറ്റുക. ഇനി വരുന്നവരെല്ലാം ഓരോ കാര്യങ്ങൾ ഇവിടെ വന്ന് പറയും. നിങ്ങൾ അവരുടെ വാക്കൊക്കെ കേൾക്കും. ഓരോന്ന് വീഡിയോ പിടിക്കാൻ വരും. വീഡിയോ പിടിക്കുന്നവരെ അവരെ പഞ്ചായത്തിൽ അവരെ വഷളാക്കുക, അതെടുക്കുവാന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇന്നൊരു ഭീഷണി എല്ലാം നടന്ന് ഞാൻ പറഞ്ഞത് കാര്യമില്ല. അതാരാണ്ട് പറഞ്ഞാണ് ഞങ്ങളെ പ്രമാണവും 2 പ്രമാണം. എന്റെ മോന്റെ പേരിൽ ഇച്ചിരിയുണ്ട്, എന്റെ പേരിലും ഉണ്ട് 5 സെന്റ്. എന്റെ ഭർത്താവ് മരിച്ചുപോയിട്ട് 6 വർഷമായി. ഭർത്താവിന് കൃഷിയൊക്കെ ആയിരുന്നു, കൂലിവേലയ്ക്കും ഒക്കെ പോവായിരുന്നു ഭർത്താവ്. മോനും കൂലിവേലയാ. അതിന് ഇച്ചിരി ജോലിക്ക് പോയേക്കും അവിടെ ഇല്ല മക്കളെ. തുച്ഛമായിട്ടുള്ളതേ ഉള്ളൂ. മാസത്തിൽ ഒരു 10 ജോലി കിട്ടും, 10-11 ജോലി കിട്ടും. അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, എടുക്കണം. അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് ഇവിടെ നടക്കത്തില്ല. അങ്ങനെ ഞങ്ങള് അതിനകത്തില്ല മുറിക്കകത്ത് തന്നെ ഞങ്ങള് ആഹാരമൊക്കെ വെച്ചിട്ട് 1 വർഷം കഴിഞ്ഞ് ആ അടുപ്പിനകത്ത് തീ അതിട്ട് അതിനകത്ത് കയറാൻ വയ്യ, പോയെന്നെല്ലാം തകർന്നു വന്നിരിക്കുമോ. ഓടെല്ലാം കൂടെ ഇതുപോലെ കഴുക്കോലെല്ലാം വന്ന് ഇങ്ങനെ മുട്ടി അങ്ങനെയൊക്കെ ഇരിക്കുമോ. ലൈറ്റിനനുകൂല ബൾബ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ കറണ്ട് അടിക്കുക. കറണ്ട് അടിച്ചു കഴിഞ്ഞാൽ എന്നെ 3 പ്രാവശ്യം കറണ്ട് അടിച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ വെച്ച് 3 പ്രാവശ്യം കറണ്ട് അടിച്ചിട്ടുണ്ട്. എന്റെ കുഞ്ഞിനുണ്ടായിരുന്നത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. കുഞ്ഞിടന്ന് വിളിച്ച് ആളുകൾ ഓടിക്കൂടി. നാട്ടുകാരെല്ലാം നമ്മുടെ സൈഡാ. ഇങ്ങനെ തകർന്ന് വീണപ്പോഴും അവിടെ അവര് ശബ്ദം കേട്ടോണ്ട് അവർ ഓടിക്കൊണ്ട്, ചേച്ചി രമ്യ, അവക്കുള്ള പേര് രമ്യ, എന്തുവാ ചേച്ചി ഇതെന്തുവാ, എന്താ ആർക്കെങ്കിലും രമ്യ ചിലപ്പോ ഇതിന്റെ കീഴിൽ നിന്ന് ആയിപ്പോയെന്നുള്ള, അടുക്കളയുടെ എങ്ങാണ്ട് കീഴിലായിപ്പോയെന്നും പറഞ്ഞ് അവർക്ക് വെപ്രോളായി. പിള്ളേർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയോന്നും പറഞ്ഞപ്പോഴും ഓടി വന്ന് അപ്പുറത്തെ വീട്ടിൽ എല്ലാ ആൾക്കാർക്കും ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് ഈ കൊടുത്തിട്ടുള്ളതും 10 വർഷമായി കൊടുത്ത ഇത് ഞാൻ കൊടുത്തിട്ടുള്ളതും എടുത്തിട്ടുള്ളതും എല്ലാം അറിയാം. അപ്പം ഞങ്ങൾക്ക് വീടില്ല. ഇപ്പം അവർ ഇന്നലെ തൊട്ട് വന്ന് പറയുന്നു, നിങ്ങൾക്ക് വാടകയ്ക്ക് വീടിട്, നിങ്ങളുടെ മക്കൾക്ക് സുരക്ഷിതം വേണമെങ്കിലും നിങ്ങൾക്ക് താമസിക്കണമെങ്കിലും ഞങ്ങൾ വീട് വാടകയ്ക്ക് എടുക്കണമെന്ന്. അവരുടെ ഭർത്താവിന് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ലക്ഷണമില്ല. കിട്ടത്തില്ല എന്നും പറഞ്ഞില്ലെങ്കിൽ അതുപോലെ 2 വർഷം ഇതെല്ലാം റെഡി ആയതാ. എല്ലാവർക്കും കൊടുത്തു. ഇതിന്റെ രസീതിൻ്റെ കൂടെ എന്റെ എങ്ങാണ്ട് 55 നമ്പർ കണ്ടായിരുന്നു. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പോയി, എല്ലാ ഗ്രാമസഭയ്ക്കും പോയി. അന്നേരം ഒന്നും അതിന്റെ ഇല്ല. ഈ കൊച്ച് ഇതെല്ലാം എടുത്ത് വെച്ചിപ്പം കമ്മിറ്റി കൂടിയപ്പോഴും ഇപ്പോഴത്തെ മെമ്പർ, സിനി മെമ്പർ എന്നാ പേര്, അതെടുത്തു വെച്ചപ്പം പിറ്റേന്ന് നോക്കിയപ്പോൾ അതില്ല. അവർക്കൊരു രേഖയില്ലെന്ന് പറഞ്ഞ് അതെടുത്ത് മാറ്റി. മെമ്പറിനാളൊക്കെ വന്നായിരുന്നു. ഈ ഇതിന്റെ ഒരു ഇതായിട്ടായപ്പോൾ അവർ വന്ന് നോക്കി എല്ലാ കാര്യങ്ങളെല്ലാം അവരോട് പറയുകയൊക്കെ ചെയ്തു. അവർ വന്നപ്പോഴെല്ലാം മുട്ടുമേല് എന്തായാലും നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, ഇവിടെ കിടന്ന് എങ്ങനെ ജീവിക്കുന്നു എടുക്കുന്നെന്നും പറഞ്ഞിട്ട് അവർ കിടന്നു. ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല, ഞങ്ങൾക്ക് വീട് കിട്ടുമെന്ന് ഇന്ന് പറഞ്ഞതാ. ഞങ്ങളുടെ ഒരു പേനയിലിരിക്കുന്നെന്ന് പറഞ്ഞവരാ. ഞാൻ അകത്ത് ഇത് ഇടിഞ്ഞു വീഴുന്നതുകൊണ്ട് കേട്ട് അകത്ത് കയറിയതായിരുന്നു. ശബ്ദം കേൾക്കണേന് മുമ്പ് ഞാൻ അതിനകത്ത് കയറിയതാണ്. ഞാൻ മോക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയപ്പോഴത്തേക്കാണ് കുലുങ്ങി ആടി വന്ന് ഇതിനകത്തുനിന്ന് ഇതെല്ലാം വീണ് ഈ ഓട് ഇത്രയും ഭാഗം എന്റെ തലയിൽ വീണ് തല മുറിഞ്ഞ്
തല അനക്കാൻ വയ്യാതിരിക്കുക, ഈ ചെകിട് രണ്ട് അനക്കാൻ വയ്യാതിരിക്കുക, ഈ തല മരുന്ന് വെച്ച് കെട്ടിയിരുന്ന് ഈ കുഞ്ഞിന്റെ കാര്യം കൊണ്ട് ഞാൻ അത് മാറ്റി ഈ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കുക. ഇപ്പോഴും തലയ്ക്ക് ഭയങ്കര വേദനയും, തലയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഞാൻ കിടന്നുകൊണ്ടിരുന്നതാ, ഇതിനകത്ത് ഒരാൾ കിടക്കും, അതെന്താ കിടന്നു വീണപ്പോഴും അതുപോലെ ഇതാണ്ട് കട്ടിലൊക്കെ കിടന്നു ആശിക്കുന്നു. ഇവിടെ ഞാൻ ഇവിടെ ആയിരുന്നു കിടക്കുന്നത്. ഈ നല്ല റൂമായിരുന്നില്ല, അതിന്റെ ജനലായി കിടക്കുന്നത്, ജനലും കടവും. എന്റെ മോനും കൂടെയാണ് ഈ കൂട്ടത്തിൽ. ഞാനും എന്റെ മോനും കൂടെ, കൊച്ചുമോനും കൂടെ കിടക്കുന്നത് ഇതിനകത്ത്. അമ്മമ്മയുടെ കൂടെ ഞാനും കൂടെ കിടക്കുമെന്ന് കൂടെ വിളിച്ച് ഞങ്ങൾ കിടക്കുമായിരുന്നു. കട്ടിലുണ്ട്, ഇപ്പൊ ഇതിങ്ങനെ വീണപ്പം കട്ടിൽ പിടിച്ച് ഇങ്ങോട്ടം കിട്ടും. കട്ടിലൊന്നും ഉപകാരം ഇല്ല. ഈ കട്ടിലുകളൊന്നും നശിച്ച്, എല്ലാം മുറി കിടക്കുന്ന അത്രയും നശിച്ച്, കട്ടിലുകളും അതും ഇതും പായും എന്തെല്ലാം ഉണ്ടോ. അലമാര പൊട്ടി രണ്ടായിട്ടിരിക്കുന്നു, ചില്ല് വീണ്, അത് ചില്ല് വീഴാറായിരിക്കും അലമാര. അതിനകത്താണ് ഈ സാധനങ്ങൾ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ അതിനകത്ത് ഇരിപ്പുണ്ട്. ഓരോരുത്തരെ മക്കൾക്കുള്ളത്, എനിക്കുള്ളതും എല്ലാം ഇരിപ്പുണ്ട്, തുണികളെല്ലാം ഇരിപ്പുണ്ട്. അത് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞിരിക്കും. ഞങ്ങൾക്ക് ഒരു കൊച്ചൊരു വീട് മതി, ഞങ്ങൾക്ക് ഉറപ്പുള്ള ഈ പഞ്ചായത്ത് ഞങ്ങൾക്ക് തരത്തില്ല, ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ല.